ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, പരസഹായമില്ലാതെ ഒരടി കൂടെ മുന്നോട്ട് വയ്ക്കാൻ അവന് കഴിയില്ല. വർഷങ്ങളായി കട്ടിലിൽ ഇപ്രകാരം ഒരു കിടപ്പ് തുടങ്ങിയിട്ട് വല്ലാതെ അങ്ങ് തളർന്നു പോയ ഒരു മനുഷ്യൻ, ശരീരവും മനസ്സും ഒരുപോലെ തളർന്നു പോയവൻ, ജീവിതത്തിൻ്റെ സമസ്ത പ്രതീക്ഷകളും കഴിഞ്ഞു എന്ന് കരുതി കിടക്കുമ്പോഴാണ് 4 ചങ്ങാതിമാർ അടുത്തു വന്നിട്ട് അവനോട് പറയുന്നേ, ദാ ഒരുവൻ വന്നിട്ടുണ്ട്, അവൻ്റെ അരികിലേക്ക് ചെല്ലുന്നവർക്കൊക്കെ സൗഖ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചങ്ങാതിമാർ മറ്റൊന്നും ആലോചിക്കുന്നില്ല, കട്ടിലോടുകൂടെ അവനെ പൊക്കിക്കൊണ്ടു പോകുകയാണ്. അത്ഭുത പ്രവർത്തകനായ സൗഖ്യദായകനായ കർത്താവിൻ്റെ അരികിലേക്ക്. അവിടെ ചെന്നപ്പോഴാകട്ടെ ആൾക്കൂട്ടത്തിൻ്റെ വലിയ തിരക്ക, ഒന്ന് അടുത്തേക്ക് കൊണ്ടുപോകാൻ പോലും പറ്റാത്തത്രയേറെ തിരക്ക. എന്തു ചെയ്യണമെന്ന് ഈ 4 ചങ്ങാതിമാർ ആലോചിച്ചു. എന്നിട്ട് രണ്ടും കൽപ്പിച്ച് കർത്താവിരുന്ന ഭവനത്തിൻ്റെ മേൽക്കൂര പൊളിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. വീട്ടുടമസ്ഥനോട് പറഞ്ഞു കാണും എന്ന് കരുതുന്നു, കാരണം വലിയ നഷ്ടമാണ് ആ വീട്ടുടമസ്ഥന്. എങ്കിലും ഒരു രോഗിക്ക് സൗഖ്യം കൊടുക്കാൻ എന്ത് നഷ്ടം ഏറ്റെടുക്കാനും നമ്മൾ തയ്യാറാകില്ലേ? നമ്മളുടെ പ്രിയപ്പെട്ട ഒരാൾക്ക് ഒരു രോഗം വന്നാൽ, ഒരു ആപത്ത് വന്നാൽ കയ്യിലുള്ളത് മുഴുവനും വിറ്റുപെറുക്കി അവസാനം വീട് പോലും വേണമെങ്കിൽ അവർ പണയം വെക്കും, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തും. എന്തിനു വേണ്ടിയാണ്? അത്രയേറെ അമൂല്യമാണ് ജീവൻ, ജീവിതം. ഇപ്രകാരം തന്നെ ആ ചങ്ങാതിമാര് വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് ഈ രോഗിയെ കട്ടിലോടുകൂടെ അവൻ്റെ മുന്നിലേക്ക് ഇറക്കി വെച്ചു. കർത്താവ് ഇവന് അത്ഭുതകരമായ സൗഖ്യം നൽകിയത് തളർന്നു കിടന്ന മനുഷ്യനെ കണ്ടിട്ടല്ല, മറിച്ച് കൊണ്ടുവന്ന ആ 4 ചങ്ങാതിമാരുടെ മനസ്സിൻ്റെ ആഴമുള്ള വിശ്വാസം കണ്ടിട്ട് തന്നെയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം തൻ്റെ അത്ഭുതകരമായ കരം നീട്ടും. എപ്പോഴാ? നിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം അവിടുന്ന് തിരിച്ചറിയുമ്പോൾ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിനം തളർന്നു പോയ മനുഷ്യർ, അവർ നമ്മുടെ കൂടെയുള്ള പലരും തന്നെയാണ്. അവർക്ക് വേണം ഇപ്രകാരമുള്ള നല്ല ചങ്ങാതിമാരെ. കർത്താവിൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ പറ്റുന്ന ഇപ്രകാരമുള്ള ചങ്ങാതിമാർ ഇല്ലാതെ പോകുന്നു എന്നുള്ളത് നമ്മുടെ പലരും ഇനിയും ഇന്നും കർത്താവിനെ കാണാതെ അറിയാതെ ഈ മറയത്തിങ്ങനെ തളർന്ന് കിടക്കുന്നേ. അവരെ അവൻ്റെ അരികിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ ഉത്തരവാദിത്വം, നടക്കാൻ പ്രാപ്തിയുള്ള വിശ്വാസത്തിൻ്റെ കരുത്തുള്ള നമുക്കുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. ഇന്ന് തിരുസഭ മാതാവ് ഈജിപ്തിലെ വിശുദ്ധ അന്തോണിയുടെ തിരുനാളായിട്ട് ആഘോഷിക്കുകയാണ്. 20 വയസ്സ് പ്രായമുള്ളപ്പോൾ അവൻ കേട്ട ഒരു വചനമാണ്, നീ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് എന്നെ വന്ന് അനുഗമിക്കുക. ഇത് തന്നോടുള്ള തമ്പുരാൻ്റെ വചനമാണെന്ന് ഉൾക്കൊണ്ട് ധനവാനായിരുന്ന ആ ചെറുപ്പക്കാരൻ തനിക്കുള്ളതെല്ലാം വിറ്റുപെറുക്കി പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുത്തുകൊണ്ട് വനാന്തരങ്ങളിൽ ഏകാന്ത ധ്യാനത്തിൽ മുഴുകാൻ തയ്യാറായി. 1-2 വർഷമല്ല, നീണ്ട 45 വർഷം ലോകത്തിൻ്റേതായതൊന്നും എന്ന് വെച്ച് ദൈവത്തിൻ്റെ സ്വന്തമായി മാറാനായിട്ട് പല രീതിയിലുള്ള പ്രലോഭനങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ദൈവവുമായിട്ടുള്ള സ്നേഹത്തിൽ നിന്നും വേർപെടുത്താൻ ഒരുവനും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അത്രത്തോളം ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൽ ലയിച്ചിരുന്നത് കൊണ്ട് അവൻ്റെ അരികിലേക്ക് വന്നവർക്കൊക്കെ അത്ഭുതകരമായ സൗഖ്യം കിട്ടിയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന് വേണ്ടി അവനെ കൊണ്ട് നിറയുമ്പോൾ പിന്നെ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവായിട്ട് മാറുന്നു എന്നുള്ളതാണ്. പത്രോസ് ക്രിസ്തുവിനെ കൊണ്ട് നിറഞ്ഞപ്പോൾ അവൻ നടന്ന വഴികളിലെ അവൻ്റെ നിഴല് പോലും ക്രിസ്തുവിൻ്റെ ചൈതന്യമായി മാറിയില്ലേ? തൊട്ടവർക്കൊക്കെ അത്ഭുതകരമായ സൗഖ്യം. അപ്രകാരം ഒരു വ്യക്തിത്വമായിരുന്നു
ഈജിപ്തിലെ വിശുദ്ധ അന്തോണീസ്. ഇന്ന് ഈ വിശുദ്ധൻ്റെ തിരുനാളായി നമുക്ക് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിനെ കൊണ്ട് നിറയാനും നമ്മുടെ വാക്കിലൂടെ, നോട്ടത്തിലൂടെ, പ്രവൃത്തികളിലൂടെ ക്രിസ്തുവിനെ നൽകുവാനും നമുക്കും കഴിയട്ടെ.